ഹായ് ഹലോ നമസ്കാരം. അമ്പിളി ആൻഡ് എംബ്രോയിഡറി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതൊരു സെറ്റ് മുണ്ടിൽ പെയിൻറ്റിങ് വർക്കാണ്. ഈ സെറ്റ് മുണ്ടിൻ്റെ മേക്ക് ഓവർ വീഡിയോ ആണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. ഇതൊരു വെള്ളി കളർ സിൽവർ കളറ് ആണ് ഇതിൻ്റെ കര വന്നിരിക്കുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും ബ്ലാക്ക് കര കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിൽ വേറെ വർക്കൊന്നുമില്ല. ഇത് സെറ്റ് മുണ്ടിൻ്റെ താഴെ ഭാഗമാണ് കേട്ടോ. മോൾ ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി അത് കാണിക്കാം. ഞാൻ ഒരുവിധമൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്, എങ്കിലും ബാക്കി ഫിനിഷിങ് വർക്കുകളോടും കൂടി ഉണ്ട്. അതെങ്ങനെ ചെയ്യണമെന്ന് നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ. കണ്ട ഇതുപോലൊരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുത്തേക്കണേ. ഈ ഭാഗമൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഒരു പീക്കോക്ക് പച്ച കളറ് പെയിൻ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിൽ നമ്മൾ ഒരു ഏകദേശം കോപ്പർ കളർ പോലെ തോന്നുന്നു. ആ കളറ് നമ്മൾ നടുവിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ വരച്ച് ചെയ്തതൊന്നല്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഒരു വൃത്തം വരച്ചു കൊടുത്ത ശേഷം പിന്നെ പൂവായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. വട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൗണ്ട് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് റൗണ്ട് വൃത്താകൃതിയിലുള്ള എന്തും വേണമെങ്കിൽ ഉപയോഗിച്ച് ആ പെയിൻറ്റിൽ മുക്കിയ ശേഷം ഇവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വൃത്തം നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ ഈ പൂവ് ഏകദേശം ഒരു ഡിസൈൻ നമ്മൾ ഇങ്ങനെ വരച്ചെടുത്ത പോലെ ഇങ്ങനെ ചെയ്തതാണ്. നമുക്ക് പിക്ചർ വരച്ചിട്ടും ചെയ്യാം. അതൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിക്ചർ എങ്ങനെയാണ് വരയ്ക്കണത്, അതിൻ്റെ മീതെ എങ്ങനെ നമ്മൾ ചെയ്യണമെന്നുള്ളത് വേറൊരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന ഭാഗം. ഞാൻ പൂവൊക്കെ മുൻപ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കി കുറച്ച് ഫിനിഷിങ് വർക്കുകളുണ്ട്. പൂവിൻ്റെ ഇത്തിരി കൂടി ഒന്ന് ഭംഗിയാക്കാനുണ്ട്. പിന്നെ പെയിൻ്റ് ആവാത്ത ഭാഗത്തൊക്കെ ഇനി പെയിൻ്റ് ആക്കാനും ഒക്കെ നമ്മൾ ഒന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതളുകൾ കറക്റ്റായിട്ടില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ബാക്കിയൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇത് ഒരു പൂവായിട്ട് ഞാൻ വരച്ചു കൊടുത്തതാണ്. പ്രത്യേകിച്ച് ഡിസൈനൊന്നും ഇല്ല. പെയിൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും മറ്റ് ഭാഗങ്ങളിൽ നിന്നും ആവാതെ ശ്രദ്ധിക്കണം. കാരണം ഈ പെയിൻറ്റ് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പരമാവധി ഡിസൈനൊക്കെ വരച്ചിട്ട് നന്നായി ചെയ്യാൻ നോക്കാം കേട്ടോ. ഇതങ്ങനെ പോണ പെയിൻ്റൊന്നുമല്ല. പിന്നെ കയ്യുമ്മേക്കൊന്നും ആവാതെ നോക്കുക. അപ്പം തന്നെ കഴുകി കളയുക. റൗണ്ടൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വരയ്ക്കാം. പൂവ് ഫിനിഷിങ് കുറവാണെങ്കിൽ ഒന്ന് ഇതളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. പിക്ചർ വരയ്ക്കുമ്പോൾ ഒരു ഗുണമുള്ളത് വെച്ചാൽ ആ പിക്ചറിൻ്റെ ഉള്ളിൽ നമുക്ക് ഔട്ട്ലൈൻ കൊടുത്തിട്ട് ബാക്കി ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് കോപ്പർ കളറ് പെയിൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ അടിച്ചു കൊടുക്കാം. റൗണ്ടിന് കേട്ടോ. ഒരു പെയിൻറ്റ് ഉണങ്ങിയ ശേഷം മാത്രം അടുത്ത പെയിൻറ്റ് അടിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ ബ്രഷിൽ പെയിൻ്റായാൽ അത് തുടച്ചതിന് ശേഷം അടുത്ത പെയിൻറ്റിൽ ബ്രഷ് മുക്കി ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ.
ഇനി ഇതിൻ്റെ ഫുൾ വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് നമുക്ക് കാണാം കേട്ടോ. അതുവരെ